ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം ഖരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 56. കാളീയ ഗർവശമനവും ഭഗവദനുഗ്രഹവും. രുചിരകമ്പിത കുണ്ടലമണ്ഡല സുചിരമീശനനർത്തിത പന്നഗേ അമരതാടിത ദുന്ദുബി സുന്ദരം വിയതി ഗായതി ദൈവദയൗവദേ. ഹേ ഈശ്വര, ദേവന്മാർ മുഴക്കുന്ന സുന്ദരമായ ദുന്ദുബിക്കൊത്ത് അപ്സരസംഘം മനോഹരമായി പാടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് ഭംഗിയേറിയ കുണ്ടലങ്ങൾ ചലിപ്പിച്ചുകൊണ്ട് കാളിയൻ്റെ മീതെ നൃത്തം ചെയ്തു. നമതിയദ്യതമുഷ്യശിരോഹരേ പരിവിഹായ തദുന്നതമുന്നതം പരിമഥൻ പദപങ്കരുഹാചിരം വ്യഹരതാകരതാളമനോഹരം. ഹേ ഹരേ, അങ്ങയുടെ പ്രഹരമേറ്റു താഴുന്ന സർപ്പത്തിൻ്റെ ശിരസുകളെ വിട്ട് ഉയർന്നു വരുന്നവയെല്ലാം വീണ്ടും വീണ്ടും താടിക്കുകയും മനോഹരമായ വിധത്തിൽ കൈകൾ കൊണ്ട് താളം പിടിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങ് വളരെ നേരം നൃത്തം ചെയ്തു. ത്വദവഭക്തവിമുക്തഫണാഗണേ ഗളിതശോണിതശോണിതപാദസി ഫണിപദാവവസീദതി സന്നദാസ്തദബലാസ്തവ മാധവപാദയോ. ഹേ മാധവ, അങ്ങ് മർദ്ദിച്ചു താഴ്ത്തിയ ഫണങ്ങളിൽ നിന്നും പ്രവഹിക്കുന്ന രക്തം മൂലം യമുനാജലം ചുവപ്പ് നിറമുള്ളതായി തീരുകയും സർപ്പരാജൻ തളർന്നവശനാകുകയും ചെയ്തപ്പോൾ അവൻ്റെ പത്നിമാർ അങ്ങയുടെ പാദങ്ങളിൽ വീണു വണങ്ങി. ആയിപുരൈവ ചിരായ പരിശ്രുത ത്വദനുഭാവ വിലീന ഹൃദോഹിത മുനിഭിരപ്യനവാപ്യ പദൈസ്തവൈർനുനുപുരീശ ഭവന്തമയന്ത്രിതം. അല്ലയോ ഈശ്വര, വളരെ മുമ്പ് തന്നെ അങ്ങയെപ്പറ്റി കേൾക്കയാൽ അങ്ങയിൽ ലയിച്ച മനസ്സോടുകൂടിയ സർപ്പഭഗ്നിമാർ മഹർഷിമാർക്ക് പോലും ചെന്നെത്താൻ കഴിയാത്ത മാർഗത്തിലുള്ള സ്തുതിഗീതങ്ങളാൽ അങ്ങയെ വാഴ്ത്തി. ഫണിവധൂ ഗുണഭക്തി വിലോകന പ്രവികസൽ കരുണാകുലചേതസ ഫണിഭതിർഭവദാച്യുത ജീവിതസ്ത്വയി സമർപ്പിതമൂർത്തിരവാനമത്. ഹേ അച്യുത, സർപ്പഭഗ്നിമാരുടെ ഭക്തി മൂലം അങ്ങ് കൃപാലുവാകുകയും കാളിയൻ മൃത്യുവിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും ചെയ്തു. മതമൊടുങ്ങിയ അവൻ അങ്ങയെ സാഷ്ടാംഗം പ്രണമിച്ചു. രമണകം വ്രജവാരിധി മധ്യകം ഫണിരുപൂർണ കരോതി വിരോധിതാം ഇതി ഭവദ്വചനാന്യതിമാനയൻ ഫണിപതിർനിരഗാതുരഗൈ സമം. വാരിധി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന രമണകദ്വീപിലേക്ക് പോകുക, ഗരുഡൻ നിന്നെ എതിർക്കുകയില്ല ഇത്യാദിയായ ഭവദ്വചസ്സുകൾ കേട്ട് കാളിയൻ സന്തോഷപൂർണമായ ഹൃദയത്തോടെ മറ്റു സർപ്പങ്ങളോടുകൂടി യാത്രയായി. ഫണിവധൂജനദത്തമണീവ്രജജ്വലിതഹാരദുകൂലവിഭൂഷിത തടഗതൈ പ്രമദാശ്രുവിമിശ്രിതൈ സമഗദാ സ്വജനൈർദിവസാവധൗ.
സർപ്പഭഗ്നിമാരേകിയവയും അനർഘരത്നങ്ങളാൽ പ്രശോഭിക്കുന്നവയുമായ ഹാരങ്ങളാലും പട്ടുടയാടകളാലും വിഭൂഷിത ശരീരനായ അങ്ങ് സന്ധ്യയായപ്പോൾ തന്നെ കാത്ത് യമുനാതടത്തിൽ സ്ഥിതി ചെയ്യുന്നവരും ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്നവരുമായ സ്വജനങ്ങളുടെ അരികിലെത്തി. നിശിപുനസ്തമസാ വ്രജമന്ദിരം വ്രജിതുമക്ഷമയേവ ജനോൽക്കരെ സ്വപതി തത്ര ഭവച്ചരണാശ്രയേ ഭവകൃശാനനുരുദ്ധ സമന്തത. അന്ന് രാത്രിയിൽ ഇരുട്ടുമൂലം ഗോകുലത്തിലേക്ക് മടങ്ങിപ്പോകാൻ സാധിക്കാഞ്ഞതിനാൽ അശക്തരും അങ്ങയുടെ പാദസേവകരുമായ സ്വജനങ്ങൾ അവിടെ തന്നെ കിടന്നുറങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ നാലുപാടും ഭീകരമായ കാട്ടുതീ പരന്നു തുടങ്ങി. പ്രബുധിദാനദ പാലയ പാലയേദ്യുദയദാർത്തരവാൻ പശുപാലകാൻ അവിതുമാശുപപാദമഹാനലം കിമിഹ ചിത്രമയം ഖലു തേ മുഖം. കാട്ടുതീയുടെ കോലാഹലങ്ങൾ കേട്ടുണർന്ന ഗോപന്മാർ രക്ഷയ്ക്കു വേണ്ടി വിളിച്ചു കേഴുവാൻ തുടങ്ങി. ആർത്തരായ അവരെ രക്ഷിക്കാൻ അങ്ങ് ആ മഹാ അഗ്നിയെ പാനം ചെയ്തു. അഗ്നി അങ്ങയുടെ മുഖം തന്നെയായതുകൊണ്ട് ഇതിൽ അത്ഭുതമില്ല. ശിഖിനി വർണ്ണതയേവ ഹി പീതദാ പരിലസത്യധുനാ ക്രിയയാപ്യസൗ ഇതിനുദ പശുപൈർമുദിതൈർവിഭോ ഹര ഹരേ ദുരിതൈ സഹമേ ഗദാൻ. വർണ്ണം കൊണ്ടു മാത്രം പീതത മഞ്ഞ നിറമുണ്ടായിരുന്ന അഗ്നിയെ അങ്ങ് പാനം ചെയ്യുകയാൽ ക്രിയാരൂപത്തിലും അതിന് പീതതയുണ്ടായി. ആപദ്വലയങ്ങളിൽ നിന്നും രക്ഷ നേടിയ ഗോപന്മാർ സന്തുഷ്ടരായി അങ്ങയെ സ്തുതിച്ചു. ഹേ ഹരേ, എൻ്റെ പാപങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതാക്കണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.